അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത ഫുട്ടേജ്. നമുക്ക് ആ ഫുട്ടേജിനെ ഒന്ന് കാണാം. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു ഫുട്ടേജിനെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇത് റോട്ടോ ചെയ്യുക. അപ്പോൾ റോട്ടോ ചെയ്ത് ഒരുപാട് സമയം എടുക്കും. അത് ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയ ഫുള്ളായിട്ട് കാണണം. അതുകൊണ്ട് സ്വല്പം ഒന്ന് ഇങ്ങനെ ആക്കാം. ആ ഗ്രൗണ്ട് പ്ലെയിൻ ഉൾപ്പെടെ നമുക്ക് മൊത്തം കാണണം. ഇതുവരെ ഗ്രൗണ്ട് പ്ലെയിൻ ഉള്ളൂ, കുഴപ്പമില്ല. ഇവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എനിക്ക് മതി. സോ എൻ അടിക്കുക, റൈറ്റ് ക്ലിക്ക്, ട്രിം, കോമ്പിട്ട് വർക്ക് ഏരിയ. അപ്പോൾ ഇത്രയും വർക്ക് ഏരിയ മാത്രം നമുക്ക് കിട്ടും. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ഓപ്ഷൻ ഉണ്ട്, റോട്ടോ ബ്രഷ് ടൂൾ എന്ന് പറയും. ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഒരു ബ്രഷ് ടൂൾ ആക്റ്റീവ് ആവും. അപ്പോൾ നമ്മൾ കൺട്രോൾ ഹോൾഡ് ചെയ്താൽ അത് വലുതാവും, ഓൾട്ട് ഹോൾഡ് ചെയ്താൽ അത് മൈനസ് ആവും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ അത് ഏതൊക്കെ ഏരിയയിലാണെന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ അത് ജനറേറ്റ് ആവും. ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഈ ഒരു കൈയുടെ ഏരിയ അല്ല, മറിച്ച് നിങ്ങൾക്ക് സ്വല്പം കൂടെ ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഹോൾഡ് ചെയ്ത് ചെറുതാക്കുക, ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പർട്ടിക്കുലർ ഏരിയക്ക് അത് കംപ്ലീറ്റ് ആയിട്ടും അത് വന്ന് സെറ്റ് ആയിക്കോളും. ഇതാ ഉണ്ടോ. പിന്നെ അടുത്ത ഈ ഒരു ഭാഗമാണ്, ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമായിട്ട് നമുക്ക് സെലക്ട് ആയി കഴിഞ്ഞ് ഈ ഒരു ഭാഗം അതൊക്കെ നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരത്തില്ല. ഇതാ ഓക്കെ. എന്നാലും നമുക്ക് ഹലോ, which bank? Okay, I just applied and got rejected. ഓക്കെ, അപ്പോൾ അതിങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം എനിക്ക് വേണ്ടല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഓൾട്ട് ഹോൾഡ് ചെയ്യുക. ആദ്യം കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് മാക്സിമം അത് ചെറുതാക്കുക, എന്നിട്ട് സൂം ചെയ്യുക. ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം അനാവശ്യമായിട്ട് വരരുത്. അപ്പോൾ നമ്മൾ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് നമുക്കതിനെ സ്വല്പം ചെറുതാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഭാഗം മാക്സിമം നമുക്ക് കിട്ടുന്നുണ്ട്. ഈ കൈയുടെ ഭാഗം ഇത്രയും ഭാഗം എനിക്ക് കിട്ടിയിട്ടില്ല. സോ ഇവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക, ഇവിടെയും ചെറുതായിട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൊത്തം റോട്ടോ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഈ എഡ്ജസ് കുറച്ചൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് റിഫൈൻ എഡ്ജ് ടൂളാണ്. റിഫൈൻ എഡ്ജ് ടൂൾ. ആ റിഫൈൻ എഡ്ജ് ടൂൾ വെച്ചിട്ട് നമുക്ക് ഈ ഭാഗമൊക്കെ ഒന്ന് റിഫൈൻ ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ റഫായിട്ട് ചെയ്യുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യുക. മാക്സിമം അത് ക്ലീൻ ചെയ്തെടുക്കാൻ ശ്രമിക്കും. ഏകദേശം നിന്നാലും കുഴപ്പമില്ല. വീണ്ടും അതിൻ്റെ അപ്പുറം സൂക്ഷിക്കണം. ആ ഒരു കൈയുടെ ആ ഒരു നമ്മൾ വരച്ചതിൻ്റെ മുകളിൽ കൂടെ തന്നെ മാക്സിമം വരയ്ക്കാൻ ശ്രമിക്കുക. ഇവിടെയും പോയി. സോ ഡ്രാഗ് ചെയ്തിട്ട് ആ ഒരു എഡ്ജസ് നമുക്ക് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ചെയ്തു. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്രെയിമിൽ കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഒന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക, ആൽഫ. ഓക്കെ, ഇപ്പോൾ ഈ ആൽഫയ്ക്കകത്ത് ചെറിയൊരു പ്രോബ്ലം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആൽഫയ്ക്കകത്ത് നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഈ ടൂൾ എടുക്കാം. ഏതാണ്, റോട്ടോ ബ്രഷ് ടൂൾ എടുത്തിട്ട് ഇതിനെ ക്ലീൻ ചെയ്യാം. ഇതിനെ ക്ലീൻ ചെയ്യാം. ഓക്കെ, ഈ ഭാഗം മിസ്സിങ് ഉണ്ട്, ഈ ഭാഗം ക്ലീൻ ചെയ്യാം. അപ്പോൾ ആൽഫ എടുത്തിട്ട് വേണം നമ്മൾ എല്ലാ ഭാഗങ്ങളും പ്രോബ്ലം ഉള്ള ഏരിയസ് എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. കണ്ടോ, ഈ ഏരിയയും പോയിട്ടുണ്ട്, മിസ്സാണ്. സ്വല്പം ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫൈൻ. ഇനി വീണ്ടും ഇതിൽ സെലക്ട് ചെയ്യുക, വീണ്ടും ഇതിൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഏരിയക്കകത്തൊന്നും വലിയ പ്രോബ്ലം ഇല്ല എന്നുള്ളത്. പക്ഷേ ഈ ഒരു ഏരിയക്കകത്ത് ചെറിയ മിസ്സിങ് ഉണ്ട്. അത് നമ്മൾ പതുക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കും. ഓവർ ആവാൻ പാടില്ല. കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ ഒന്ന് മാറ്റുകയുള്ളൂ ചെയ്യുക. ഓക്കെ, ഫൈൻ. അപ്പോൾ ഏകദേശം സംഭവം ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആൽഫയുടെ കളറും കാര്യങ്ങളും എല്ലാം മാറ്റി നോക്കാം. ഇങ്ങനെ ഓക്കെ, ഏകദേശം ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ പ്രോബ്ലം കാണും. ആൽഫയിൽ വന്നു, വീണ്ടും നമ്മൾ പഴയ പോലെ വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്. നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് പൊസിഷനിൽ കൊണ്ടുപോയി കേട്ടോ. ഫസ്റ്റ് പൊസിഷനിൽ കൊണ്ടുവച്ചിട്ട്
ഇതിൻ്റെ അകത്ത് ഫ്രീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. വേറെ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. റോട്ടോ ബ്രഷ് റിഫൈൻ എഡ്ജ് ഫ്രീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പുറത്താകാം. ഓക്കെ കണ്ടല്ലോ, നമുക്ക് നല്ല ഏകദേശം ഒരുവിധം നല്ല ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് വെച്ചിട്ട് നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് ചെയ്യാം. വളരെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമൊന്നും നമ്മൾ ചെയ്യുന്നില്ല, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ. അതിൻ്റെ അകത്ത് ഞാനൊരു സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്തു. സോളിഡ് ലെയറിൻ്റെ അകത്ത് ഞാൻ എഫക്ട്സ് ആൻഡ് പ്രീസെറ്റിൻ്റെ അകത്ത് ഗ്രിഡ് എന്ന് പറഞ്ഞൊരു ടാബാണ്, ഗ്രിഡ്. ഓക്കെ, അപ്പോൾ ഗ്രിഡ് അതിൻ്റെ ജനറേറ്റിൻ്റെ അകത്ത് ഗ്രിഡ് ഉണ്ട്. ആ ഗ്രിഡിനെ വലിച്ചതിൻ്റെ അകത്തോട്ട് ഇട്ട്. ഓക്കെ, എന്നിട്ട് ഈ പൊസിഷൻ എടുത്ത് അതിൻ്റെ മുകളിലിടുക. ഓക്കെ, എന്നിട്ട് ഞാൻ തൽക്കാലം ഈ ഒരു ക്യാരക്ടറിനെ ഹൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രിഡിനെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിലോട്ട്. സോ ഇതിൻ്റെ ആങ്കറും കാര്യങ്ങളും എല്ലാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. കോർണർ പോയിന്റ് മാറ്റി ഞാൻ വിഡ്ത്ത് ആൻഡ് സ്ലൈഡേഴ്സ് ആക്കി കൊടുക്കുകയാണ്. സ്ലൈഡേഴ്സ് ആകുമ്പോൾ കുറച്ചും കൂടെ ഇത് കിട്ടും. മൂവ് ചെയ്യുക, എത്രത്തോളം നമുക്കാണ് മൂവ്മെൻറ്റ് വേണം, മീൻസ് അതിൻ്റെ ആ ഒരു ലെങ്ത്തും കാര്യങ്ങളും വേണം, അതനുസൃതമായിട്ട് നമ്മൾ അതിനെ മൂവ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഞാനിതിൽ എനിക്ക് ഓക്കെയാണ്. ഓക്കെ, ഇതിൽ ഞാൻ ഓക്കെയാണ്. പിന്നെ ഫെദറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു ഫെദറൊക്കെ കൊടുക്കാം. അപ്പോൾ തൽക്കാലം ഞാൻ ഫെദറൊന്നും കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ചേഞ്ച് ചെയ്യാം. അതുപോലെ ഒപ്പാസിറ്റി, ബ്ലെൻഡിങ് ഓപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാം. ബോർഡറിൻ്റെ വിഡ്ത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ സ്വല്പം വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒപ്പാസിറ്റി, കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ കളർ മാറ്റുക. ഇപ്പോൾ റെഡായി കൊടുത്തു കഴിഞ്ഞാൽ റെഡ് കളറാവും. ഇപ്പോൾ വേറെ ഗ്രീൻ ആക്കി കൊടുത്താൽ ഒരു ഗ്രീൻ കളറിൽ നമുക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിന് ഞാൻ എൻട്രിക്ക് കൊടുത്തിട്ട് ഗ്രിഡ് എന്ന് കൊടുത്ത് ഗ്രിഡ് എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് വിഡ്ത്തും സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇതിൻ്റെ വിഡ്ത്ത്, ഫെദറിൻ്റെ വിഡ്ത്തും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് അത്രയും അത് പോവേണ്ട ആവശ്യമില്ല. അപ്പോൾ കളറാണെങ്കിൽ കളർ, ഇൻവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻവേർട്ട് ചെയ്യാം ഗ്രിഡ്. കണ്ടോ, അപ്പം ഇൻവേർട്ട് ഞാൻ തൽക്കാലം ചെയ്യുന്നില്ല. ഇത്രയും ഓക്കെയാണ്. ഹൈറ്റ് ആണെങ്കിൽ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇല്ല, ഇത്രയും മതി. ഇനി ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും എൻ്റെ ചെയ്യാനില്ല. അതിനുശേഷം ഞാൻ അതിനെ 3D ആക്കുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് 3D ആക്കുന്നു. അതിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നു. സോ റൊട്ടേഷൻ വൈ ആക്സിസ് നമുക്ക് ഇങ്ങനെ തിരിച്ച് 90 ആക്കാം. ഓക്കെ, 90 ഡിഗ്രി ജസ്റ്റ് മൂവ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരിക. സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മൂവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്ട്രോക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രോക്കോ എല്ലാം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോക്ക് കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി നമുക്ക് എന്ത് കൊടുക്കണം ആ കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ബ്രഷിൻ്റെ സൈസും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ തൽക്കാലം സ്ട്രോക്ക് കൊടുക്കുന്നില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം നണ്ണ് മാറ്റിയിട്ട് നമുക്ക് ഏതാണെന്ന് പറഞ്ഞാൽ അതവിടെ കൊടുക്കാം. ബ്രഷിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് സ്ട്രോക്ക് തൽക്കാലം ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ നമുക്ക് കൊടുക്കണമെന്നുണ്ട്. ബോർഡറിൻ്റെ വിഡ്ത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്വല്പം ഒന്ന് വിഡ്ത്ത് കൊടുക്കുക. അത് നമുക്ക് കുറച്ചുകൂടെ വ്യക്തത കാണാം, വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ എനിക്ക് അനിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത പ്രോസസ്സ്. അനിമേഷൻ ചെയ്യുന്ന ഇതുണ്ടോ, ഇതിങ്ങനെ മൂവ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ ഫസ്റ്റ് അങ്ങ് അനിമേറ്റ് ചെയ്യാം. ആങ്കർ പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു, യു അടിക്കുന്നു, സെലക്ട് ചെയ്തു. ഇതിനെ ഞാൻ മൂവ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഒരു പർട്ടിക്കുലർ ഫ്രെയിംസ് വരെ നല്ലോണം മൂവ് ചെയ്ത് പൊക്കോട്ടെ. ഓക്കെ, പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സ്പീഡിലാണ് മൂവ് ആവുന്നത്. കണ്ടോ, നമ്മളൊരു കാര്യം ചെയ്യും, ഇവിടെ സെലക്ട് ചെയ്തിട്ട് സ്പീഡ് സ്വല്പം കുറയ്ക്കാം, അതൊക്കെ മൂവ് ചെയ്യത്തക്ക രീതിയിൽ. ഓക്കെ, വീണ്ടും ഞാനിതിനെ മൂവ് ചെയ്ത് കുറച്ചും കൂടെ ലെങ്ത്തിൽ വരാം. അപ്പോൾ നമുക്ക് വളരെ പതുക്കെ മൂവ് ചെയ്യുന്നൊരു ഫീൽ കൂടെ കിട്ടും. ഇവിടെ എത്തുമ്പോൾ വീണ്ടും സ്വല്പം കൂടെ ഒന്ന് സ്ലൈഡ് ചെയ്ത് പോകത്തക്ക രീതിയിൽ. ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, ഒരു അവസാനം വരെ നമുക്കത് പ്ലേ ആകണം. ഓക്കെ, ഇത്രയും പോരാന്നുണ്ടെങ്കിൽ മിഡിൽ വെച്ചിട്ട് വീണ്ടും സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് പ്ലേ ചെയ്ത് നോക്കിയാൽ അവിടെ ആയപ്പോൾ അതിൻ്റെ സ്പീഡ് കുറഞ്ഞു. സോ ഇവിടെ സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നമ്മൾ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇതിൽ പോവുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് വേറൊരു മാർഗ്ഗമുണ്ട്. ഗ്രിഡിൻ്റെ അകത്ത് ആങ്കറിൽ ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ടൈം ടൈപ്പ് ചെയ്യുക, ഇൻറ്റു 50 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത് നോക്കാം നമുക്ക് എക്സ്പ്രഷൻ. ഓക്കെ, അതിൻ്റെ അകത്ത് ടൈമിൻ്റെ ആങ്കറിൽ എക്സ്പ്രഷൻ വർക്ക് ചെയ്യത്തില്ല.
ഓക്കെ, ആങ്കറിൻ്റെ മൂവ്മെൻറ്റിൻ്റെ അകത്തോട്ട് നമുക്ക് എക്സ്പ്രഷൻ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അത് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, വേറെ അതിൻ്റെ പൊസിഷൻ ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. പി അടിക്കുക, പൊസിഷൻ ഒന്ന് മൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഇങ്ങനെ. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ കണ്ടോ, ആങ്കറാണത്, ആങ്കറിന് പ്രശ്നം വരും. പക്ഷേ കുഴപ്പമില്ല, ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ടൈം ഇൻറ്റു 50 കൊടുത്ത് നോക്കാം, എന്തായിരിക്കും പറ്റുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇല്ല, അതിലും അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ അത് ഇട്ടു. അതിനുശേഷം വീണ്ടും ആങ്കറിൽ തന്നെ പോയിട്ട് യു അടിക്കുക. ഈ ഒരു കോമൺ ആയിട്ടുള്ള ഇത് മാത്രം മതിയാവും. സ്വല്പം കൂടെ ഞാനൊന്ന് മൂവ് ചെയ്തു, എന്നിട്ട് പിന്നെ ഡ്രാഗ് ചെയ്തിട്ട് കൊണ്ടുവച്ചെടുത്തു. ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ആ ഒരു മൂവ്മെൻറ്റിൽ കുറച്ചും കൂടെ സ്പീഡ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് വന്നിട്ട് സ്വല്പം കൂടി സ്പീഡിൽ തന്നെ മൂവ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതാ സെലക്ട് ചെയ്ത് മൂവ് ചെയ്ത് ഇട്ട് കൊടുക്കാം. പ്ലേ ചെയ്ത് കഴിയുമ്പോൾ നോക്കി, ഇത് ഒരു അത്യാവശ്യം നല്ല മൂവ്മെൻറ്റാണ്, മതി, ഇനഫാണ്. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക, Ctrl D. അതിന് മുമ്പ് ഇത് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമേ. ഒരു ചെറിയ ബെൻഡ് കൊടുത്താലോ, BEND ബെൻഡ്, CC ബെൻഡ്, ജസ്റ്റ് ട്രൈ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്കൊന്ന് ബെൻഡ് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ടോപ്പ് ആണെങ്കിൽ ടോപ്പ്, ബോട്ടം ആണെങ്കിൽ ബോട്ടം. ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട് എത്രത്തോളം കൂട്ടണം, ഏത് പൊസിഷനാണ്, ടോപ്പ് ആണെങ്കിൽ ടോപ്പ്, ബോട്ടം ആണെങ്കിൽ ബോട്ടം. ഇല്ല മിഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏത് പൊസിഷനാണ് ബെൻഡ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് ബെൻഡ് ചെയ്യേണ്ടത്, സ്റ്റൈൽ എന്തായിരിക്കണം, കണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ അതും കൊടുത്താൽ മതി, ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇവിടെ സെലക്ട് ചെയ്യുക, Ctrl D, ദെൻ ഇതിനെ താഴേക്ക് കൊണ്ടുവന്നിട്ട് ലാൻഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇപ്പോൾ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് അത് പോകുന്നത്, അല്ലേ? അപ്പോൾ കാണാൻ ഒരു സുഖമില്ല. അപ്പോൾ നമുക്ക് ഇതിനെ റിവേഴ്സ് ചെയ്യാം. ഇതിനെ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇടാം, ഇതിനെടുത്തിട്ട് നമുക്ക് ഇവിടെ ഇടാം. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് പ്ലേ ആവുന്നത്, അല്ലേ? വേണമെങ്കിൽ നമുക്ക് ഈ രണ്ട് ഗ്രിഡും റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രീ കോംബ് ചെയ്യുക. ഫുൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒറ്റ പ്രീ കോമ്പിലായി, അല്ലേ? സെലക്ട് ചെയ്യുക. പ്രീ കോമ്പിൻ്റെ അകത്ത് നമുക്ക് ഒന്ന് അങ്ങോട്ട് സ്കെയിൽ ചെയ്തിട്ട് വീണ്ടും പിടിച്ച് തന്നെ നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കൊടുക്കാം. എത്രത്തോളം നമുക്കത് മൂവ് ആവണോ അത്രത്തോളം മൂവ് ചെയ്യുക. അതിന് മുന്നേ ഇതിനൊന്ന് 3D ആക്കാൻ ശ്രദ്ധിക്കുക. സ്കെയിലും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് കുറച്ചുകൂടെ പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3Dയിലായിരിക്കും കുറച്ചും കൂടെ നമുക്ക് നല്ലത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും വെക്കാം. ഇപ്പം ഞാൻ തൽക്കാലം ഒന്നും വെക്കുന്നില്ല. ഞാൻ കട്ട് ചെയ്ത സ്റ്റുഡൻറ്റിനെ മാത്രം വെച്ചിട്ട് ഞാൻ സ്വല്പം ഒന്ന് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കേട്ടോ. ഈ പൊസിഷനാണ്. അപ്പോൾ അവനെ ഞാൻ 3D ആക്കേണ്ടി വരും. 3D ആക്കിയിട്ട് ജസ്റ്റ് പുഷ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നു താഴെ ഈ ഒരു പൊസിഷനിൽ ഫ്ലോറിൽ കൊണ്ടുവന്നിട്ട് സ്വല്പം ഒന്ന് ഇങ്ങോട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. ഏതാണ് പൊസിഷൻ എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെയാണെങ്കിൽ അവിടെ നിന്ന് നടന്നു വരുന്നൊരു ഫീൽ. ഇപ്പോൾ നോക്കിയാൽ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഇവിടെ നിന്ന് നടന്നു വരുന്നൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്, പ്രത്യേകിച്ച് വേറൊന്നുമില്ല. അപ്പം ആളിൻ്റെ കാലും കാര്യങ്ങളും എല്ലാം നമ്മളൊന്ന് സ്വല്പം ഒന്ന് കറക്റ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുക, കേട്ടോ. കാരണം ഈ പ്രീ കോംബ് താഴോട്ടാക്കും തോറും ചിലപ്പോൾ ആ ഒരു കാലും കാര്യങ്ങളും എല്ലാം പ്രോബ്ലം ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെലക്ട് ചെയ്തു, ഒന്നുകൂടെ മൂവ് ചെയ്തു. അതേപോലെ ഇതിൽ ഒബ്ജക്റ്റിന് ക്യാരക്ടറിന് ഫെദർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ ട്വീക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് ഓഫ് ചെയ്തു. ജസ്റ്റ് മൂവ് ചെയ്തു നമുക്കിങ്ങനെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ചെറിയ എന്തോ ഒരു പ്രോബ്ലം അതിൻ്റെ അകത്തുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. സോ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നൊരു ഫീൽ നമുക്ക് കിട്ടും. പ്ലേ ചെയ്തിട്ട് സ്വല്പം കൂടെ വേണമെങ്കിൽ ഒന്ന് പുഷ് ചെയ്യാം. ബാക്കിൽ നിന്നേ പുഷ് ചെയ്തിട്ട് ഇവിടെ വെച്ച് കൊടുക്കാം. നമുക്ക് ഇവിടെ വയ്ക്കാം. കറക്റ്റ് അതിൻ്റെ മുകളിലിരിക്കുന്ന ഫീൽ തന്നെ വേണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ അകത്ത് ടു വ്യൂ ആക്കുക. ഇത് ഏതാണെന്ന് നോക്കുക, താഴത്തത്. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഇത് പ്രീ കോംബ് ചെയ്യണ്ടായിരുന്നു. ഇത് സെലക്ട് ചെയ്യുക, Ctrl X അടിച്ചിട്ട് നമുക്ക് ഈ പ്രീ കോമ്പിനെ ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് Ctrl V അടിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ട്വീക്ക് ചെയ്യാറുണ്ടോ. ഇതൊക്കെയായിരുന്നു പ്രശ്നം.
അപ്പോൾ കറക്റ്റ് പൊസിഷനൊക്കെ കറക്റ്റായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കറക്റ്റ് പുള്ളിക്കാരൻ്റെ കാലൊക്കെ ഇവിടെ കറക്റ്റായിട്ട് കാണാം. അപ്പോൾ ഞാൻ നേരത്തെ വിചാരിച്ചത് കറക്റ്റായിട്ട് കണ്ടുകൂടാമെന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കളർ കൊടുക്കാം. സോ കർവ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആളിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഒരുപാട് വേണ്ട. ഓക്കെ, ഇനി മൂവ് ചെയ്തിട്ട് എക്സാക്റ്റ് ഈ ഒരു പൊസിഷനിൽ വെച്ച് കൊടുക്കുക. ആ ഒരു ഏരിയക്കകത്ത് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പൊസിഷൻ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. താഴേക്ക് ഡ്രാഗ് ചെയ്ത് വെച്ച് കൊടുക്കുക. യെസ്, എന്നിട്ട് ഇതിനെ 2V മാറ്റിയിട്ട് 1V ആക്കുക. ഓക്കെ, ജസ്റ്റ് മൂവ് ചെയ്യുക. ആക്റ്റീവ് ക്യാമറ വ്യൂ പ്ലേ ചെയ്ത് കൊടുക്കുക. വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഇതിനകത്ത് ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗമൊക്കെ ഇവിടുന്ന് പോകുന്നുണ്ട്, കണ്ടോ ഇവിടെ. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, അതെല്ലാം മാസ്ക് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമേ നമുക്കുള്ളൂ. അതിനെല്ലാം മാസ്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൃത്യമായിട്ടുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടും. കാരണം ഇത് 100% ഒരു കാരണവശാലും ഔട്ട്പുട്ടിൽ 100% നമുക്ക് അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വെറും നടക്കാത്ത കാര്യമാണ്. ഓക്കെ, ഞാനിപ്പോൾ 3D വരെ ആക്കുന്നില്ല, എന്നാലും കുഴപ്പമില്ല, മൂവ് ചെയ്ത് പോകും. 3D ആയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു എഫക്റ്റ് കൊടുക്കാം. സോ ഞാനും ഇതിൻ്റെ അകത്ത് ഒരു എഫക്റ്റ് ആൻഡ് പ്രീസെറ്റിൻ്റെ അകത്ത് ഒരു ഗ്ലോയോ എന്തെങ്കിലും ഒന്ന് കൊടുക്കാം. ഗ്ലോ എന്ന് പറയുമ്പോൾ നമുക്കൊരു എഡ്ജ് ഗ്ലോ കൊടുക്കാം. ഗ്ലോ ആൽഫ എഡ്ജസ് ട്രൈ ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഉണ്ടോ, വിട്ടും കാര്യങ്ങളും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം, സോഫ്റ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് തന്നെ നിങ്ങൾ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പം ഈ ഒരു ഗ്ലോ കൊടുത്തതേ ഉള്ളൂ, അല്ലെങ്കിൽ റേസ് കൊടുത്താലും കുഴപ്പമില്ല. അൾട്രാ ഗ്ലോ ഉണ്ട്, ഗ്ലോയിങ് റിങ്സ് ഉണ്ട്. അപ്പോൾ ഏതാണെന്ന് പറഞ്ഞാൽ അത് നമുക്കിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫീലിലായിരിക്കും നമുക്കത് കിട്ടുന്നത്. കേട്ടോ, അതാകുമ്പം ഇതാ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഫീൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് പ്രീസെറ്റ്സ് ഉണ്ട്. നമുക്കതിൻ്റെ വിട്ടും ഗ്ലോയുടെ വിട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഗ്ലോ റിങ്സ് ഉണ്ട്, അൾട്രാ ഗ്ലോ ഉണ്ട്. ഞാനൊരു എഡ്ജ് ഗ്ലോ എടുത്തു. എഡ്ജ് ഗ്ലോ അല്ലെ, വെറുതെ ഗ്ലോ എന്ന് അടിച്ചാലും മതി. ഗ്ലോയ്ക്കകത്ത് ഗ്ലോ എഡ്ജസ് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇട്ട് കൊടുത്തു. ഓക്കെ, ഗ്ലോ എഡ്ജസിൻ്റെ അകത്ത് നമുക്ക് ബ്രൈറ്റ്നസ് വേണമെങ്കിൽ സ്വല്പം ഒന്ന് കൂട്ടാം. അതുപോലെ ബ്ലർ എക്സ് വേണമെങ്കിൽ ഒന്ന് ബ്ലർ ചെയ്യാം. ബ്രൈറ്റ്നസ് എഡ്ജിൽ സ്വല്പം കൂട്ടാം. ഗ്ലോ ഫ്രം ആൽഫ അഡ്ജസ്റ്റ് ചെയ്യാം. ഗ്ലോ അണ്ടർ ഫോഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. മിക്സ് വിത്ത് ഒറിജിനലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഏതാണ് നമുക്ക് വേണ്ടത് നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും എല്ലാം ട്വീക്ക് ചെയ്തിട്ട് നമുക്കതിനെ യൂസ് ചെയ്യാം. ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഞാനത് ഇതിനെ ക്രിയേറ്റ് ചെയ്തു, ഇതിൽ ഇട്ട് കൊടുത്തു. ഇനി ഈ ഗ്ലോ എഡ്ജസ് ഉണ്ടല്ലോ, അതിനെ Ctrl+C അടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലും ഇട്ട് കൊടുക്കാം. Ctrl+V, അതേപോലെ ഇതിലും Ctrl+V. അപ്പോൾ എന്താണ് മൊത്തത്തിലൊരു ഇവിടെയും കൂടെ ഒരു തിളക്കത്തിൻ്റെ ഒരു സംഭവം നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും. അപ്പോൾ ഇത് വളരെ മൈന്യൂട്ടായിട്ട് അല്ലെങ്കിൽ വളരെ ബേസിക്കലി നമുക്കിത് എങ്ങനെ നമുക്ക് ചെയ്യാം, ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗപ്രദമാകുന്നുണ്ട്. വേറെ ഗ്ലോ ഇട്ട് കൊടുക്കാം. സ്വിഷ് ഗ്ലോ എന്ന് പറഞ്ഞൊരു ഗ്ലോ ഉണ്ട്. അതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭാഗത്താണ് നമുക്ക് ഗ്ലോ വേണ്ടത് അതിൻ്റെ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളും എല്ലാം കൂട്ടാം, റേഡിയസ് കൂട്ടാം. അപ്പോൾ എഡ്ജ് മാത്രമാണ് ഗ്ലോ വേണ്ടത്, ഗ്ലോ എഡ്ജസ് കൊടുക്കാം. കണ്ടോ,
ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോ എഡ്ജസ് ആയിരിക്കും കൂടുതലായിട്ടും ഗ്ലോ ആവുന്നത്. അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. കളർ നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ തന്നെ പിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഗ്രീൻ പിക്ക് ചെയ്ത് കൊടുക്കാം. വിഡ്ത്തും ഹൈറ്റും നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ വിഡ്ത്ത് ഏതാണെന്ന് പറഞ്ഞാൽ ആ ഒരു ലെയറിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ലെയർ കാണിക്കും നണ്ണാണ്. മാറ്റ് ഫ്ലം ലെയർ നമുക്ക് വേണ്ട. മാറ്റ് നമുക്ക് ഇൻവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു ചെറിയൊരു ഗ്ലോയും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യും. ഒരു ഗ്ലോയും കൂടെ നമുക്ക് അൾട്രാ ഗ്ലോയും കൂടെ നമുക്ക് ഇട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ സ്വല്പം കൂടിപ്പോയി. സ്വല്പം നമുക്കത് കുറയ്ക്കാം. ഗ്ലോയുടെ വിട്ട് ബയാസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഗ്ലോയുടെ കളർ നമുക്ക് ഒരു ഗ്രീൻ കളറും ആക്കാം. ഓക്കെ, ഇപ്പോൾ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു ഈ ഒരു കളറിൽ പ്ലേ ആവുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. പ്ലേ ചെയ്യുമ്പോൾ ഇതാണ് നമ്മൾ ഔട്ട്പുട്ട്. ജസ്റ്റ് ഒരു ബേസിക് ഗ്രീൻ സ്ക്രീനിങ് ആണിത്. ഇത് വളരെ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഗ്രീൻ സ്ക്രീനാണിത്. ഓക്കെ.